എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഡോഫ്ലമിംഗോ ലൂഫിയെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. ചവിട്ട് കിട്ടി ലൂഫി ആണെങ്കിൽ ദൂരേക്ക് പോയിട്ട് അടിച്ചു വീഴുകയാണ്. ഉടനെ ട്രബോള് അവന്റെ ജെല്ലി പവർ ഉപയോഗിച്ച് ലൂഫിയെ പിടിച്ചു വലിച്ച് ഇപ്പൊ അവന്റെ അടുത്ത് ലോക്ക് ചെയ്ത് വെക്കും. അതിനുശേഷം ട്രബോൾ ഡോഫ്ലമിംഗോട് പറയും, ആദ്യം നീ കൊല്ലേണ്ടത് ഇത്രയും കാലവും നിന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് നിന്റെ കൂടെ തന്നെ നിന്ന് നിന്നെ ചതിച്ച ആ ലോയയാണ്. അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഈ ലൂഫിയെ കൊല്ലാന്ന് പറയും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ പിന്നെ മറ്റൊന്നും ആലോചിക്കില്ല. അവൻ ലോയെ കൊല്ലാനായിട്ട് ഇപ്പൊ ലോയുടെ അടുത്തേക്ക് പതിയെ നടന്നെടുക്കും. ഉടനെ ലൂഫി ആണെങ്കിൽ നിലവിളിച്ച് പറയും, എന്നോട് ഫൈറ്റ് ചെയ്യാൻ നിനക്ക് പേടിയാണല്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ ആദ്യം നീ എന്നോട് ഫൈറ്റ് ചെയ്ത് എന്നെ കൊല്ല്, അതിനുശേഷം നീ ലോയത്തോട് ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണെന്ന് പറയും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ലൂഫിയെ മൈൻഡ് പോലും ചെയ്യില്ല. ലൂഫി ആണെങ്കിൽ എന്നെ വിട് എന്നൊക്കെ പറഞ്ഞ് അവനെ അച്ചറം പൊച്ചറം ആഞ്ഞെട്ടിക്കും. ലൂഫിയുടെ ഇടിയുടെ എഫക്റ്റില് ഇപ്പോ ട്രബോളിന്റെ വയറ്റില് വലിയൊരു ദ്വാരം ഉണ്ടാവുകയാണ്. ഉടനെ ട്രബോള് ലൂഫിയെ നോക്കി ചിരിക്കും. പറ്റി നീ വിചാരിച്ചത് ഞാൻ കഴിച്ചത് അലോഫിയ ഡെവൽ ഫ്രൂട്ട് ആണെന്നാണോ? ഒരിക്കലും അല്ല. എന്റെ പവർ അത് നിനക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലും ഒരുപാട് അപ്പുറമാണ്. എന്റെ ജെല്ലി പവറിൽ നിന്ന് ഒരു കാരണവശാലും നീ രക്ഷപ്പെട്ടു പോവില്ല. ഉടനെ ലോ ആണെങ്കിൽ ഇപ്പൊ ട്രബോളിനെ ചീത്ത വിളിക്കും. നിങ്ങൾ എല്ലാവരും വെറും സ്ലേവ്സ് ആണ്, ഒരു പവറും ഇല്ലാത്ത ഒന്നിനും ഉപകരിക്കാത്ത ബിഗ് സീറോസ്. അത് കേട്ട് കൺട്രോൾ പോയ ട്രബോള് അവന്റെ ജെല്ലി പവർ ഉപയോഗിച്ച് ബുള്ളറ്റ്സ് പോലെ ലോയെ അച്ചരം പൊച്ചറ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം അവൻ ലൂഫിയെ തൂക്കിയെടുത്ത് ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് വരും. അവൻ ഡോഫ്ലമിംഗോയോട് ചേർന്ന് നിന്ന് ഇപ്പൊ ലോയോട് പറയും, ഞങ്ങളുടെ പവർ നിനക്ക് എന്താണെന്ന് അറിയില്ല. ഞങ്ങളുടെ ടീം ഒരു ഫാമിലി തന്നെയാണ്. ഞങ്ങളുടെ നേതാവ് അത് ഡോഫ്ലമിംഗോയും. ഞങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ആർക്കും ഞങ്ങളെ വഴിതെറ്റിക്കാനാവില്ല. ഞങ്ങളുടെ കുറുകെ ആര് വന്നാലും അവരെ ഞങ്ങൾ തകർക്കും. 30 വർഷങ്ങൾക്ക് മുൻപ് ഹെവനിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ് ഈ ഡോഫ്ലമിംഗോ. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഡോഫ്ലമിംഗോയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആക്ച്വലി ഡോഫ്ലമിംഗോയ്ക്ക് ആ ഒരു ഹോക്കി പവർ അതുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഓള് തന്ത്രപരമായി അവനെ അവരുടെ ടീമിൽ ചേർത്തു. അതിനുശേഷം അവന്റെ പവർ എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു ഡബിൾ ഫ്രൂട്ടും ഗണ്ണും അവന്റെ 2 കൈകളായിട്ട് വെച്ചു കൊടുത്തു. അവൻ ആ ഗണ്ണു കൊണ്ട് ആദ്യം തകർത്തത് അവന്റെ അച്ഛന്റെ തലയായിരുന്നു. തിരിച്ചു വന്ന ഡോഫ്ലമിംഗോയോട് അവന്റെ കൂടെയുള്ള എല്ലാവരും, നീ എന്താ ഈ ചെയ്തേ? നിന്റെ പപ്പ അദ്ദേഹം ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ ആയിരുന്നില്ലേ? നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെ കൊല്ലുമെന്ന് ചോദിച്ച് അവനെ കുറ്റപ്പെടുത്തും. പക്ഷെ ട്രബോള് മാത്രം അവനെ ചേർത്ത് പിടിക്കുകയാണ്. അവൻ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് അവന്റെ ഉള്ളിലെ ബാഡ് ഫേസിനെ അവൻ അങ്ങനെ ഊട്ടി വളർത്തി. വീണ്ടും വീണ്ടും മറ്റുള്ളവരെ കൊല്ലാനും നശിപ്പിക്കാനും ഉള്ള ഉപദേശം അവൻ നൽകി. പിന്നീട് അവരെല്ലാവരും ചേർന്ന് ഒറ്റ ടീമായി മാറി. ഡോഫ്ലമിംഗോയുടെ ഒരേ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരേ ഒരു ആവശ്യം അവന്റെ അച്ഛനെയും അവനെയും അവന്റെ ബ്രദറിനെയും ഉപദ്രവിച്ച ആ ജനങ്ങളെ അവന്റെ കൺമുമ്പിൽ വെച്ച് കൊല്ലണമെന്നായിരുന്നു. അതിന് ട്രബോള് ഓക്കെ പറഞ്ഞ് അവർ ടീമായി അവിടേക്ക് എത്തി ഓരോരുത്തരെയായിട്ട് ചെറം പൊച്ചറം ഷൂട്ട് ചെയ്ത് സ്പോട്ടിൽ തന്നെ കൊന്നു കളയുകയാണ്. അതിനുശേഷം ആ വലിയൊരു സിറ്റി അത് മുഴുവൻ അവർ തീ വെച്ച് കത്തിച്ച് നശിപ്പിക്കുകയാണ്. ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ അവന്റെ പ്രതികാരം അതൊരൽപ്പം അടങ്ങും. കാരണം അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന് അതിപ്പോ സഫലമായിരിക്കുകയാണ്. പിന്നീട് ഡോഫ്ലമിംഗോയുടെ വളർച്ചയിൽ എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്തു. ട്രബോള് പോലും അവനൊരു കിങ് ആവണമെന്ന് ആഗ്രഹിച്ച് ഡോഫ്ലമിംഗോയുടെ ആജ്ഞ അനുസരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങി. കാലങ്ങൾ മുൻപോട്ട് പോകെ പോകെ എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമായി ഡോഫ്ലമിംഗോ വളർന്നു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ട്രബോള് പറയും, ചെറുപ്പം മുതലേ ഞങ്ങൾ എല്ലാവരും അവൻ ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ കൊടുത്താണ് വളർത്തിക്കൊണ്ട് വന്നത്. നിനക്കൊരു കാര്യം അറിയോ? ഞങ്ങളുടെ ഫ്യൂച്ചർ കിങ്ങും പൈററ്റും എല്ലാം ഡോഫ്ലമിംഗോ ആണ്. ഇനി ഒരിക്കലും നിങ്ങൾ അദ്ദേഹത്തെ എതിർത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ജെല്ലി അത് ലോയുടെ മേലെ സ്പ്രെഡ് ചെയ്ത് ലാമ്പ് കത്തിക്കാനായിട്ട് തയ്യാറാവും. അതിനുശേഷം അവന്റെ കയ്യിലുള്ള ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് അവയുടെ മുഖത്ത് കുത്തി അവന്റെ വാ അതങ്ങനെ പതിയെ തുറന്നെടുക്കുകയാണ്. ട്രബോൾ ആണെങ്കിൽ ആ സ്റ്റിക്ക് അത് ഉയർത്തിയെടുത്ത് അവന്റെ വായിലേക്ക് ആഞ്ഞു കുത്താനായിട്ട് ആഞ്ഞു വരികയാണ്. ലൂഫിക്കാണെങ്കിൽ അത് കണ്ടു നിൽക്കാനാവില്ല. അവൻ നോ എന്നലറി കണ്ണടയ്ക്കും. അതേസമയം ലോ ആൾക്കാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് ആൾ അടിച്ചു പറയും, ഒരു കാരണവശാലും നിന്നെയും ഡോഫ്ലമിംഗോയും ഞാൻ ലൂഫിക്ക് വിട്ടുകൊടുത്ത് ഇവിടുന്ന് കടന്നു പോകില്ല. അതെനിക്ക് വലിയൊരു അപമാനമാണ്. ഞാനൊരു വലിയ ടീമിന്റെ നേതാവാണ്. എന്റെ ലക്ഷ്യം തന്നെ നിന്നെയും ഡോഫ്ലമിംഗോയും തകർക്കുക എന്നതാണ്. എന്റെ ലക്ഷ്യം നിറവേറ്റാതെ ഞാൻ മരിക്കില്ല എന്ന് പറഞ്ഞ് ലോ ആണെങ്കിൽ നൈസായിട്ട് അവന്റെ കൈ അത് അനക്കാണ്. ട്രബോള് തീർത്തു പറയും, നീ ഇപ്പൊ ഓൾറെഡി എന്റെ ജെല്ലി പവറിൽ പെട്ടുകിടക്കാണ്. നിന്റെ ഫ്രണ്ട് ലൂഫിയും എന്റെ പവറിൽ അനങ്ങാൻ പോലും കഴിയാതെ അവിടെ ലോക്ക്ഡാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി ഒരു ഓപ്ഷനും ഇല്ല. ഞാനും ഡോഫ്ലമിംഗോയും ആരോഗ്യവാന്മാരായി നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞ് അവൻ ആ സ്റ്റിക്ക് വീശും. ഞൊടിയിടയിൽ ലോ ആണെങ്കിൽ അവന്റെ ഫിംഗർ ഉപയോഗിച്ച് സ്ക്വാഡ്സ് ക്രിയേറ്റ് ചെയ്യും. അതങ്ങനെ കറക്കി
സ്റ്റിക്ക് ലോഡ തൊട്ടടുത്തെത്തുന്ന സമയം ലോഡ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്ക്വാഡ്സ് അത് ട്രബോളിന്റെ വയറിലൂടെ കടന്നുപോയി വലിയൊരു മുറിവ് അവന്റെ വയറ്റിലുണ്ടാക്കുകയാണ്. ട്രബോളിനാണെങ്കിൽ വേദന സഹിക്കാനാവാതെ അവനിപ്പോ ഉച്ചത്തിൽ കരയാനായിട്ട് തുടങ്ങും. ട്രബോളിന്റെ നിലവിളി അത് ആ ഐലാൻഡ് മുഴുവൻ കേൾക്കുകയാണ്. ലിറ്റിൽ പീപ്പിളും ഫ്രാങ്കിയും ആ ശബ്ദം കേട്ട് ആ ഫ്ലോറിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഫ്രാങ്കി പറയും, നമ്മൾ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഫാക്ടറി നമ്മൾ തകർത്ത് കളഞ്ഞു. പക്ഷേ ഡോഫ്ലമിംഗോയുടെ സ്ട്രിങ്സ് അത് ഇപ്പോ ഐലാൻഡിനെ മുഴുവനായിട്ടും തകർക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എത്രയും വേഗം സേഫായ ഒരു സ്ഥലം കണ്ടെത്തി നമുക്ക് അവിടേക്ക് മാറണമെന്ന് പറഞ്ഞ് ഫ്രാങ്കി അവരെല്ലാവരെയും കൂട്ടി ഇപ്പോൾ ഐലാൻഡിന്റെ മിഡിൽ ഭാഗത്തേക്ക് പോകും. അതേസമയം ഇവിടെ ട്രബോളിന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ജെല്ലി സ്ലൈം അതിപ്പോ ഏകദേശം മുഴുവനായിട്ടും താഴേക്ക് ഒലിച്ചിറങ്ങും. ലൂഫി ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ജെല്ലി സ്ലൈമിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പോഴാണെങ്കിൽ അവന്റെ കൈ നിറച്ച് ചോര. ഉഷടാ, കയ്യിൽ മുഴുവൻ ബ്ലഡ് ആയല്ലോ, ഇത് എവിടുന്ന് വന്നു ചിന്തിച്ച് അവൻ ട്രബോളിനെ നോക്കുമ്പോഴായിരിക്കും ട്രബോളിന്റെ ബോഡി മുഴുവൻ ചോര. മാത്രമല്ല ആ സ്ലൈം മുഴുവൻ ഒഴുകിപ്പോയി. ട്രബോളിന്റെ റിയൽ ബോഡി അത് അവരിപ്പോഴായിരിക്കും കാണുക. ഒരു ട്രൗസർ ഒക്കെ ഇട്ട് ആളങ്ങനെ വേദനയിൽ കൂനി നിൽക്കുകയാണ്. ട്രബോളിന്റെ അസ്ഥിപഞ്ചർ ലുക്ക് കണ്ട് ഇപ്പൊ നമ്മുടെ ലൂഫി വണ്ടർ അടിക്കുകയാണ്. ലൂഫിക്ക് മനസ്സിലാവും ലൂഫി പഞ്ച് ചെയ്ത ഓരോ ടൈമും അവന്റെ ബോഡി ഓരോ ഡയറക്ഷനിലേക്ക് ഡൈവേർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ലൂഫിയുടെ പഞ്ച് മിസ്സായതും അവന് യാതൊന്നും സംഭവിക്കാതിരുന്നതും. ലോ ആണെങ്കിൽ അവന്റെ വാൾ കറക്കി സ്ലൈസ് ചെയ്തുകൊണ്ട് തന്നെ അവന് ബോഡി ഡൈവേർട്ട് ചെയ്ത് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞില്ല. കറക്റ്റായിട്ട് കത്തി അവന്റെ വയറ്റിലൂടെ കയറി ഇറങ്ങി മുറിവുണ്ടായി. ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. അവനോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ലാന്ന്. ഇവൻ ഇങ്ങനെയൊരു തോൽവിയാണല്ലോ എന്ന് പറഞ്ഞ് അവൻ തലയ്ക്ക് കൈ കൊടുക്കും. അതേസമയം ട്രബോള് അവൻ ഇപ്പോഴും അവന്റെ കയ്യിലെ സ്റ്റിക്കും ആ ഒരു തീയും അത് കളഞ്ഞിട്ടില്ല. അത് രണ്ടും താഴെ കിടക്കുന്ന ജെല്ലിയുടെ മേലെ ഉപയോഗിക്കുകയാണെങ്കിൽ തീ കത്തി അതിൽ നമ്മുടെ ലോ അവൻ പെട്ടുപോകും. കാര്യം കൈവിട്ടു പോകുന്നു മനസ്സിലാക്കിയ ലൂഫി അവനാണെങ്കിൽ ആ സ്റ്റിക്ക് തട്ടിയെടുക്കാൻ ഓടി അടുക്കുമ്പോഴേക്കും ട്രബോള് അവൻ ആ സ്റ്റിക്കിലെ ഫയർ അതങ്ങനെ ജെല്ലിയിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇവിടെയുള്ളവരെല്ലാവരും ഷോക്കായിട്ട് ഇപ്പൊ മുകളിലേക്ക് നോക്കും. കാരണം അവിടെ മുഴുവൻ ഇപ്പൊ തീ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. വയലറ്റിനോട് അവിടെ എന്താ സംഭവിക്കണേന്ന് അവർ ചോദിക്കും. അതിനവള് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ട്രബോള് അവന്റെ കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും പേടി സ്വപ്നമായ ആ ഡോഫ്ലമിംഗോ അവൻ ഇപ്പോഴും ജീവനോടുകൂടെ തന്നെയുണ്ട്. ലൂഫിയും ലോയും അവർ രണ്ടുപേരും സേഫാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത നിമിഷം നമ്മുടെ ലൂഫി അവൻ ട്രഫാർഗർ ലോയുമായിട്ട് ആ ഫ്ലവർ ഫീൽഡിലേക്ക് ചാടി വരും. കാരണം ട്രഫാർഗർ ലോയുടെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിക്കഴിഞ്ഞു. ലൂഫി റോബിനോട് പറയും, എത്രയും വേഗം ഇവന് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഡോഫ്ലമിംഗോയുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ലോയെ റോബിന്റെ കയ്യിൽ ഏൽപ്പിച്ച് ലൂഫി അവൻ വീണ്ടും ഇപ്പൊ ഡോഫ്ലമിംഗോയെ ലക്ഷ്യമാക്കി പോവും. റോബിൻ അവളുടെ കൈ അത് നെറ്റ് പോലെ ആക്കി മാറ്റി ലോയെ ക്യാച്ച് ചെയ്ത് ഒരു ഭാഗത്തേക്ക് സേഫായിട്ട് കൊണ്ടുവരും. അപ്പോഴേക്കും ഡോഫ്ലമിംഗോ അവൻ ലൂഫിയെ മൈൻഡ് ചെയ്യാതെ ലോയെ തകർക്കാൻ ചാടി വരികയാണ്. ലൂഫി അവനെ ബ്ലോക്ക് ചെയ്യാൻ കാല് നീട്ടി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഡോഫ്ലമിംഗോ അവന്റെ സ്ട്രിങ് പവർ അത് ബുള്ളറ്റ് പോലെ ആക്കി മാറ്റി പുറഞ്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ലൂഫി ആണെങ്കിൽ നിലവിളിച്ച് പറയും, റോബിൻ ലോയും കൊണ്ട് ഓടിക്കോ, എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. പക്ഷെ റോബിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അവൾ അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.